ഹലോ എവരിവൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺസ് നോക്കാൻ പോകുന്നതാണ്. അതിൽ സ്റ്റാർ പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ കൂടെ എന്തുണ്ട്, ഡോളേഴ്സുമായിട്ട് മിക്സ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൽ 3 ടൈപ്സ് ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇതാണ് വരുന്നത്, സ്റ്റാർ. അതുപോലെ സ്റ്റാറിൻ്റെ ഐൻ്റെ വാല്യൂ അനുസരിച്ച് സ്റ്റാർ ഞാൻ പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്. അതെവിടെ മാത്രം ഐൻ്റെ വാല്യൂ, അതായത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യൂലേ, 1 അതുപോലെ 3, 5 അങ്ങനെ ഏതാണ് ഓഡ് നമ്പേഴ്സ് ആകുന്ന ടൈമിൽ മാത്രമാണ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുന്നത്. മറ്റ് ഉള്ള ടൈമിലൊക്കെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ മോഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്ന ആ ടൈമിൽ എന്ത് ചെയ്യാണ്, ഡോളറും ഉണ്ട് അതുപോലെ സ്റ്റാറും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഏതാണ്, അതിൻ്റെ തൊട്ട് താഴെ ഞാൻ ഈ ഒരു പാറ്റേൺ കൂടി പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതാണ് സെക്കൻഡ് പാറ്റേൺ. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ തേർഡ് പാറ്റേൺ വരുന്നതിലും ഡോളർ അതുപോലെ സ്റ്റാറൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ എന്തുണ്ട്, കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പാറ്റേൺ നമുക്ക് ആദ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഫോർ ലൂപ്പ് വേണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് പ്രിൻ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ആദ്യം നമുക്ക് വേണ്ടത് 2 വേരിയബിൾസ് വേണം, ഐ എന്ന് പറയുന്നത് അതുപോലെ ജെ എന്ന് പറയുന്ന 2 വേരിയബിൾസ് വേണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫോർ ലൂപ്പിൽ. ഓക്കെ, ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യാം, ഒരു മിനിറ്റ്. ഓക്കെ, ഫോർ ലൂപ്പിൽ ഐ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരെ വേണം, നമുക്ക് 6 ലൈന് നമുക്ക് വേണം. ഓക്കെ, 6 ലൈനിൽ ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ 6 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഐ പ്ലസ് പ്ലസ്, ഈ വാല്യൂ നമുക്ക് ഓൾറെഡി ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്നാണ്. ജെൻ്റെ വാല്യൂ ഏതുവരെ, ഓക്കെ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഓക്കെ, ഐൻ്റെ വാല്യൂ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റെപ്പായിട്ട് ഇൻക്രിമെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർ. നെക്സ്റ്റ് ജെ പ്ലസ് പ്ലസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രിൻ്റ് എഫിൽ ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാം. സ്റ്റാറാണ് നമുക്ക് വേണ്ടത്, സ്റ്റാർ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇന്നർ ലൂപ്പ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം, പ്രിൻ്റ് എഫിൽ എന്ത് ചെയ്യണം, നമുക്ക് /n നെക്സ്റ്റ് ലൈനിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഇത്രയായി. നമുക്കിപ്പോൾ നോർമൽ രീതിയിൽ ഇത് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ എല്ലാ ഇതിലും ലൈനിലും സ്റ്റാർ ആയിരിക്കും പ്രിൻ്റ് ചെയ്യുന്നത്. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓക്കെ ഉണ്ടോ, ഇപ്പോൾ നോർമലായിട്ടുള്ള ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇനി ഒരു ചേഞ്ച് വരുത്താം. ഒരു ജസ്റ്റ് ഒരു കണ്ടീഷൻ ഇട്ടിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ നമുക്ക് വേണ്ട രീതിയിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടിട്ട് എന്ത് ചെയ്യണേ, ഐ മോഡ് ടു ഈക്വൽ ടു 0 ആണോ നോക്കണം നമ്മൾ. ആ ഒരു കേസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പോകണേ, ഐ മോഡ് ടു ഈക്വൽ ടു 0 ആണോ നോക്കുന്നത് ഞാൻ. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എൻ്റർ താഴെ കൊടുക്കുക, അല്ലെങ്കിൽ സെയിം ലൈനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, പ്രിൻ്റ് എഫിൽ ഞാൻ എന്ത് ചെയ്യാൻ പോണേ, നമുക്ക് ആകെ വേണ്ടത് എന്താണ്, ഒരു ഡോളർ അതുപോലെ ഒരു സ്റ്റാറാണ്. അപ്പോൾ ഡോളർ ഇട്ടിട്ട് ഞാനൊരു സ്പേസ് ഇട്ടിട്ട് പിന്നെ സ്റ്റാർ ഇടുന്നു. എന്നിട്ട് തൊട്ട് ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ സെമികോളം ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ലൈനിൽ എൽസ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. എൽസിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് സ്റ്റാർ കറക്റ്റ് അതുപോലെ പ്രിൻ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഇനി ഒന്ന് നോക്കാം. ഓക്കെ, റൺ ചെയ്യുന്നു. കണ്ടോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ കിട്ടിയിട്ടില്ല. കാരണം എന്താണ്, ഇവിടെ സ്റ്റാർ കഴിഞ്ഞിട്ട്, അതായത് കണ്ടോ ഫസ്റ്റത്തെ പ്രിൻ്റ് എഫിൽ ഒരു സ്പേസ് കൂടിയാണ്. ഓക്കെ, പക്ഷേ കറക്റ്റ് തന്നെ ആയിരുന്നു, രീതി കറക്റ്റ് തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പാറ്റേൺ വരുന്നത്. കണ്ടോ, ഇത് സെയിം എന്താണ് മാച്ചിങ് ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണ് ഞാൻ ചെയ്തതെന്ന് ജസ്റ്റ് നോക്കുക. ഐ മോഡ് ടു ഈക്വൽ ടു 0 ആകുന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഡോളറും അതുപോലെ സ്റ്റാറും പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് കേസിലുള്ള പാറ്റേൺ ഏതാണ് നമ്മുടേത്. ഓക്കെ, അത് ഫസ്റ്റ് അതായത് സ്പേസ് ആണ് വരുന്നത്, എന്നിട്ടാണ് എന്ത് വരുന്നത്, ഡോളർ വരുന്നത്, ഡോളറും സ്റ്റാറൊക്കെ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പിൽ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണേ, ഒന്ന് ഒഴിവാക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു ഫോർ ലൂപ്പ് ഇടുന്നു. ജെ എന്ന് പറയുന്നത്, ജെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി എത്ര സ്പേസ് വേണം നമുക്ക്. ഓക്കെ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 - അതായത് 6 ലൈന് നമുക്ക് വരും. അപ്പോൾ എന്തുണ്ട്, ആദ്യത്തെ ലൈനിൽ നമുക്ക് ആദ്യം ഒരു 6 സ്പേസ്, 5 സ്പേസ്, 4 സ്പേസ്, 3 സ്പേസ്, അങ്ങനെ മൈനസ് ആയിട്ട് സ്പേസ് വരുന്ന രീതിയിൽ വേണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കണ്ടോ, ഈ ഒരു പിക്ചറിൽ കണ്ടാലും അറിയാം, ഇവിടെയാണ് ഒരുപാട് സ്പേസ്. നെക്സ്റ്റ് സ്പേസ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണ്.
അപ്പോൾ ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ജെൻ്റെ വാല്യൂ എന്ത് ചെയ്യാണ്, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 - i എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണ് വാല്യൂ. ഓക്കെ, എന്നിട്ട് ജെൻ്റെ വാല്യൂ ++ എന്ന് തന്നെ കൊടുക്കും. നെക്സ്റ്റ് ഇവിടെ എന്താണ് വേണ്ടത്, ഇവിടെ നമ്മൾ പ്രിൻ്റ് എഫിൽ സ്പേസ് ആണ് പ്രിൻ്റ് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പോൾ 2 സ്പേസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ കൊടുക്കുന്നു. നെക്സ്റ്റ് താഴോട്ട് വരുന്നു. ഈ താഴെ വരുന്ന ഫോർ ലൂപ്പാണ് ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് വേണമെങ്കിൽ ജെ എന്ന് പറഞ്ഞു കൊടുക്കുക, കെ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ജെ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്, അപ്പോൾ അതിനെ തന്നെ യൂസ് ചെയ്യാണ്. ജെ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇനി വേണ്ടത് ഏത് രീതിയിലാണ്, ഐൻ്റെ വാല്യൂ അനുസരിച്ചാണ് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഓരോ ലൈനിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു i. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് വരുന്നത് എന്താണ്, ജെ ++. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് എന്താണ്, ഇവിടെ ഇഫ് കണ്ടീഷനിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഐൻ്റെ വാല്യൂ. ഓക്കെ, ഐൻ്റെ വാല്യൂ അല്ല, ഇവിടെ ജെൻ്റെ വാല്യൂ അനുസരിച്ചായിരുന്നു. ഓക്കെ, ജെ മോഡ് 2 ഈക്വൽ ടു എന്താവണം, ഓക്കെ 0 ആവുന്ന കേസിലാണ് നമുക്ക് എന്ത് പ്രിൻ്റ് ചെയ്യിക്കാനുള്ളത്. ഇവിടെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കർലി ബ്രാക്കറ്റ് ഒന്നും ഇടുന്നില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. കർലി ബ്രാക്കറ്റ് ഇട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നിലധികമൊക്കെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ പ്രിൻ്റ് എഫിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോളറിനെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒരു സ്പേസ് കൊടുക്കുന്നു, സെമിക്കോളൻ. നെക്സ്റ്റിൽ എൽസ് ആണ് വരുന്നത്. അപ്പോൾ എൽസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എൽസിൽ നമുക്ക് എന്താ നോർമൽ പോലെ പ്രിൻ്റ് എഫിൽ അതായത് സ്റ്റാർ ആണ് വേണ്ടത്. ഓക്കെ, സ്റ്റാറും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്പേസ് കൊടുക്കുന്നു, സെമിക്കോളൻ. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ജസ്റ്റ് ആ പിക്ചറുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഫസ്റ്റത്തെ ലൈനിൽ എവിടെയാണ് ഇത് വന്നിട്ടുള്ളത്, ഡോളർ വന്നിട്ടുള്ള ആ ഒരു പൊസിഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ മതി. സെയിം പാറ്റേൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, തേർഡ് പാറ്റേണിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജെൻ്റെ വാല്യൂ കണ്ടോ, ഇപ്പോൾ ഇവിടെ മനസ്സിലായില്ലേ, ജെൻ്റെ വാല്യൂ മോഡ് 2 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ജെ എന്ന് പറയുന്നത് കണ്ടോ, നമുക്ക് ഈ റോസ് ആയിട്ട്, അതായത് ഇങ്ങനെ ഓരോ കോളങ്ങൾ കണ്ടോ താഴോട്ടുള്ളതാണ്. അപ്പോൾ ഐ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ഏതായിരുന്നു ആ ഒരു റോ മുകളിൽ ഞാൻ ഐൻ്റെ വാല്യൂസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജെൻ്റെ വാല്യൂ ഇവിടെ 1 2 കണ്ടോ, രണ്ടാമത്തേലാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ 1 2 3 വന്നിട്ടുണ്ട്, 4 ഇല്ലാത്തതുകൊണ്ടാണ് അതിൽ വരാത്തത്. കാരണം ഇരട്ട സംഖ്യകളിൽ മാത്രമാണ് വരുന്നത്. കണ്ടോ, അതാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്, ജെ മോഡ് 2 ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളത്. നമുക്ക് ഇനി തേർഡ് പാറ്റേൺ നോക്കാം. തേർഡ് പാറ്റേണിൽ നമുക്ക് അറിയുന്നത് ഇത് വളരെ സിമ്പിളാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കോഡിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം, സ്പേസ് വേണം. ഓക്കെ, സ്പേസ് വരുന്നത് എങ്ങനെയാണ്, നേരത്തെ കൊടുത്തതുപോലെയല്ല 6 - i അല്ല, ഡയറക്റ്റ് എന്താണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു i എന്നാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഇത് കിട്ടുള്ളൂ, സ്പേസ് കിട്ടുള്ളൂ. നെക്സ്റ്റ് വരുന്നത് എന്താണ്, നമ്മുടെ ഫോർ ലൂപ്പിൽ നമുക്ക് ഇവിടെ എന്ത് വേണം, നേരെ ഓപ്പോസിറ്റ് വേണം, 6 - i എന്ന് കൊടുക്കണം. ഓക്കെ, എങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. കാരണം ഇതിൻ്റെ സ്പേസ് എങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്, അതുപോലെ ആ ഒരു ലൂപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കറക്റ്റ് പഠിച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്, ഐൻ്റെ വാല്യൂ അനുസരിച്ചാണ്. ഇവിടെ കണ്ടോ, ഇത് ജെ അല്ല, കണ്ടോ ഡയറക്റ്റ് വരുന്നത് ജെ അല്ല, ജെ എന്ന് പറയുമ്പോൾ താഴോട്ട് കണ്ടോ അങ്ങനെ പ്രിൻ്റ് ചെയ്യുന്നത്. ഇത് ഐൻ്റെ വാല്യൂ അനുസരിച്ചാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കും എന്തുപോലെ അത് ചെയ്യാം, ഐൻ്റെ വാല്യൂ അനുസരിച്ച് പ്രിൻ്റ് ചെയ്യിക്കാം. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കേണ്ടത്, ഐ മോഡ് 2 ഈക്വൽ ടു 0 അല്ല, കണ്ടോ ഐ മോഡ് 2 ഈക്വൽ ടു 1 ആകുന്ന കേസിലാണ് അവിടെ വന്നിട്ടുള്ളത്. കണ്ടോ, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ഒന്നുകൂടി. കണ്ടോ, ഐൻ്റെ വാല്യൂ 1 ആകുന്നത്, മോഡ് 2 ഈക്വൽ ടു ചെയ്യുമ്പോൾ 1 ആകുന്ന ടൈമിലാണ് അവിടെ പ്രിൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, കണ്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടില്ലേ, കറക്റ്റ് ഡോളർ, അതുപോലെ പിന്നെ പാറ്റേൺ സ്റ്റാർ, അതുപോലെ ഡോളർ, പിന്നെയും ഇതുപോലെ തന്നെ കറക്റ്റ് റിപ്പീറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാറ്റേൺസ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ലൈൻ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ കേട്ടോ. ഇതിലിപ്പോൾ 1 2 3 4 5 ലൈനുള്ളൂ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നുള്ളത് 7 കൊടുക്കുക, അതുപോലെ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 - i എന്നുള്ളത് 7 - i എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ സൈസ് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യുക, നിങ്ങൾക്ക്
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അത് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.